നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ബ്രസീൽ റൗണ്ട് ഓഫ് 32-ൽ ജപ്പാനെ തീർത്തല്ലോ. അപ്പോൾ ഈ കളിയെ പല തരത്തിൽ പലരും വിലയിരുത്തുന്നുണ്ട്. അതിലൊരു ബ്രസീലിയൻ എക്സ്പെർട്ടിൻ്റെ വിലയിരുത്തൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാകും. വെറുതെ അബദ്ധ പഞ്ചാംഗം എഴുതുന്ന പോലെ റിവ്യൂ പറയുന്ന കുറേ ആളുകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ എക്സാക്റ്റ് സോഴ്സ് തന്നെ എടുക്കാമെന്നുള്ളത് കൊണ്ടാണ് ബ്രസീലിയൻ എക്സ്പെർട്ടിൻ്റെ റിവ്യൂ ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ കളി വിലയിരുത്തിക്കൊണ്ട് ആ കളി വിലയിരുത്താൻ ആ കളി നിയന്ത്രിച്ച എന്ന് പറഞ്ഞാൽ കളി എങ്ങനെയാവണമെന്ന് തീരുമാനിച്ച മനുഷ്യൻ അദ്ദേഹം പറഞ്ഞതിനെ നോക്കാം. സാക്ഷാൽ കാർലോ ആഞ്ചലോട്ടി കളിക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ കളി വിലയിരുത്തിയത് എങ്ങനെ, എന്താ ആദ്യ പകുതി സംഭവിച്ചത്, എന്താ രണ്ടാം പകുതിയിൽ സംഭവിച്ചത്, ബ്രസീൽ കളിച്ച ഈ കളി ഇതുവരെ ബ്രസീൽ ഈ വേൾഡ് കപ്പിൽ കളിച്ച ഏറ്റവും മികച്ച പ്രകടനമാണ്, മോർ കംപ്ലീറ്റ് പ്ലേ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സോ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകുന്നു. കളിക്ക് ശേഷം അദ്ദേഹം പറയുന്നു മിസ്റ്റേക്കുകൾ പറ്റി, മിസ്റ്റേക്കിലൂടെയാണല്ലോ ആദ്യ ഗോൾ വീഴുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ ഇത്തരത്തിലുള്ള ആസ്പെക്റ്റിനെ കുറിച്ച് വേൾഡ് കപ്പിന് മുമ്പ് തന്നെ സംസാരിച്ചിരുന്നു. ഫുട്ബോളിൽ മിസ്റ്റേക്കുകൾ ഉണ്ടാകും, നമുക്ക് മിസ്റ്റേക്കുകളൊന്നും ഒഴിവാക്കാൻ പറ്റൂല, ആരും പെർഫെക്റ്റ് അല്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, മിസ്റ്റേക്ക് വന്നാൽ അതിൽ നിന്ന് നമ്മൾ റിക്കവർ ആകണം, അതെങ്ങനെ ചെയ്യാം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സെക്കൻഡ് ഹാഫിൽ ഞങ്ങളത് കൃത്യമായിട്ട് ചെയ്തു. ആരും ഈ രൂപത്തിൽ കാര്യങ്ങൾ പോകും എന്ന് കരുതിയിട്ടുണ്ടാവില്ല, ടീം ഗോൾ അടിക്കില്ല എന്ന് കരുതിയവരുമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് കാർലോ ആഞ്ചലോട്ടി പറയുന്നു. ജപ്പാൻ ബ്രസീലിനെ ശരിക്കും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി എന്താണെന്നറിയോ? അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും സഫറിങ് എന്ന് പറഞ്ഞാൽ ഫുട്ബോളിൽ നോർമലാണ്. ഞങ്ങൾ സെക്കൻഡ് ഹാഫിൽ പെട്ടെന്നുള്ള ട്രാൻസിഷൻസ് അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്നതിനെക്കുറിച്ചാണ് ചിന്തിച്ചത്. ഒരു പക്ഷേ പതിയൊക്കെയാണ് പോകുന്നതെങ്കിൽ മാച്ച് കോംപ്ലിക്കേറ്റഡ് ആവും. ഫുട്ബോളിൽ നത്തിങ് ഈസ് ന്യൂ. കാരണം ഇത്തരത്തിലുള്ള സഫറിങ് ഉണ്ടാവും, സ്വാഭാവികം. റിലീഫ് ഉണ്ടാവും, അതും നോർമലാണ്. എല്ലായ്പ്പോഴും ഞാൻ ഓർക്കാൻ ശ്രമിച്ചത് തോറ്റ് കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കുക എന്നുള്ളത് അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ ടീമിൻ്റെ ഇതുവരെയുള്ള പ്രകടനം നോക്കുമ്പോൾ ഇതാണ് ഏറ്റവും മികച്ച പ്രകടനം എന്ന് ഞാൻ പറയും. ഏറ്റവും കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഗെയിം ബ്രസീൽ ടീം കളിച്ചത് ഈ കളിയിലാണ്. ഫസ്റ്റ് ഹാഫിൽ ഞങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാക്കുന്നതിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആഫ്റ്റർ ഓൾ ജപ്പാൻ വളരെ ക്ലോസ്ഡ് ആയിട്ടാണ്, ടൈറ്റായിട്ടാണ് ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ സൊല്യൂഷൻസിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ക്രോസുകൾ കൂടുതൽ നല്ല രൂപത്തിൽ താരങ്ങളുടെ പ്രസൻസ് അറ്റാക്കിംഗ് ഏരിയയിൽ ഉണ്ടാകണം എന്ന തീരുമാനം ഞങ്ങൾ സെക്കൻഡ് ഹാഫിലേക്ക് എടുത്തു. ആ മാറ്റങ്ങളാണ് സംഭവിച്ചത്. തീർച്ചയായിട്ടും ഇതൊരു ഇവല്യൂഷനാണ്. നമുക്ക് ഇന്ന് പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളതിൻ്റെ സൊല്യൂഷനും കാണും. ആദ്യ പകുതിയിൽ പ്രശ്നമുണ്ടായിരുന്നു, രണ്ടാം പകുതിയിൽ സൊല്യൂഷനും കണ്ടു. ഇതാണ് സംഭവിച്ചത് എന്ന് വളരെ വളരെ പരിണിത പ്രജ്ഞനായ കോച്ച് കാർലോ ആഞ്ചലോട്ടി വിശദീകരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യ പകുതിയിൽ നമ്മൾ ഉദ്ദേശിച്ചത് 4 മധ്യനിര താരങ്ങളെ വെക്കുക, അത് സുപ്പീരിയോറിറ്റി പിടിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ ദി ലൈൻസിൽ അറ്റാക്കേഴ്സിലേക്ക് ബോൾ ഫിൽട്ടർ ചെയ്ത് കൊടുക്കുക. പക്ഷേ അത് ജപ്പാൻ വളരെ ടൈറ്റായിട്ട് ഡിഫെൻഡ് ചെയ്തതുകൊണ്ട് അത് അത്ര അങ്ങ് നടന്നില്ല. ഹാഫ് ടൈമിൽ ഞങ്ങൾ തന്ത്രം മാറ്റി, മിഡിലൂടെ അങ്ങ് കടക്കുന്നതിന് പകരം കൂടുതൽ ക്രോസുകളാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ഞങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് കോർണർ എടുക്കേണ്ടതുണ്ട്. വി ഹാവ് ദി സ്ട്രക്ചർ ടു ഇംപ്രൂവ്, വി ഹാവ് ടു ഇംപ്രൂവ് ദി സ്ട്രക്ചർ എന്നുകൂടി അദ്ദേഹം പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ കോർണറുകൾ വളരെ പൂറായിരുന്നു. അത് കോച്ച് നോട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത കളിയോടുകൂടി ഇത് ശരിയാകും എന്ന് തന്നെ പ്രതീക്ഷിക്കണം. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഗബ്രിയൽ മാർട്ടിനെല്ലിയുടെ വിന്നിംഗ് ഗോളിന് ശേഷം നിങ്ങൾ മാർട്ടിനെല്ലിയുടെ ഗോളിന് ശേഷം ആഞ്ചലോട്ടിയെ നോക്കിയോ? ആഞ്ചലോട്ടി ഒരു തരത്തിലും സെലിബ്രേറ്റ് ചെയ്യുന്നില്ല, വളരെ ചെറിയ വളരെ കാമായിട്ടൊരു സെലിബ്രേഷൻ. അദ്ദേഹത്തിൻ്റെ മറുപടി, എനിക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. കാരണം എന്താണെന്നറിയോ, ടീം നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഗോളിന് ശേഷം, ഫസ്റ്റ് ഗോളിന് ശേഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഗോളുകളിലേക്ക് പോകണമായിരുന്നു. പക്ഷേ എതിരാളികളുടെ ഒരു സ്ട്രെങ്ത് കാരണം കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല. അവർ നല്ല റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ടീമാണ്, നല്ല ഓർഗനൈസ്ഡ് ടീമാണ്, അതോടൊപ്പം ഡേഞ്ചറസ് ടീമുമാണ്. അപ്പോൾ അവരുടെ പ്ലേയേഴ്സ് ഫിസിക്കലി സ്ട്രോങ്ങുമാണ്. അപ്പോൾ അവരാ രൂപത്തിലാണ് കളിച്ചത്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം
മൊറോക്കോക്കെതിരെ ഫസ്റ്റ് ഹാഫിൽ എന്ത് സംഭവിച്ചോ അതിനേക്കാളൊന്നും പ്രശ്നങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടില്ല എന്ന് ഞാൻ പറയും. പിന്നെ കാസമിറോയുടെ ആ ഒരു പ്രകടനം, അദ്ദേഹത്തിൻ്റെ ഗോളിനെയൊക്കെ ഇപ്പോൾ കോച്ച് വലിയ രൂപത്തിൽ അഭിനന്ദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആഞ്ചലോട്ടി പ്രൈസ് ചെയ്യുന്ന ഒരു കാര്യം സെക്കൻഡ് ഹാഫിൽ ടീമിൻ്റെ മടങ്ങി വരവിനെയാണ്. അതോടൊപ്പം കാസമിറോയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, കാസമിറോ ഈസ് എ ലീഡർ. അദ്ദേഹത്തിൻ്റെ ഒരു പൊസിഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും ടീമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾറെഡി അദ്ദേഹം പ്രീമിയർ ലീഗിൽ ഗോളുകൾ അടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇവിടെ ഗോളടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. അദ്ദേഹത്തോട് ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും അങ്ങനെ സംസാരിച്ചിട്ടില്ല. മിസ്റ്റേക്കുകൾ വരാം, സ്വാഭാവികമല്ലേ. സോ ജപ്പാൻ്റെ ഗോൾ എന്ന് പറഞ്ഞാൽ കാസമിറോയുടെ മിസ്റ്റേക്കിൽ നിന്ന് വന്നതാണ് എന്ന് ഞാൻ വിലയിരുത്തുന്നില്ല. ഞാനതങ്ങ് ഒഴിവാക്കുകയാണ്. കാസമിറോ വളരെ നല്ല രൂപത്തിൽ തന്നെ പെർഫോം ചെയ്തു. ഈക്വലൈസർ അദ്ദേഹം തന്നെ നേടി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതേസമയം നെയ്മർ ജൂനിയറെ കളിക്കളത്തിലേക്ക് ഇറക്കുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി വന്നത്, യെസ്, ഞങ്ങൾ നെയ്മറെ ഇറക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. തീർച്ചയായിട്ടും എപ്പോഴും വിജയങ്ങൾ എന്നുള്ളത് കളിക്കാർക്കുള്ളതും തോൽവികൾ എന്നുള്ളത് കോച്ചുമാരുടെ പേരിലുമാണല്ലോ രേഖപ്പെടുത്തുക. ഞാൻ നെയ്മറോട് പറഞ്ഞു, 60 മിനിറ്റ് വരെ നമ്മൾ സമനില പിടിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഇറക്കുമെന്ന് നെയ്മറോട് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ നെയ്മറെ എക്സ്ട്രാ ടൈമൊക്കെ വരികയാണെങ്കിൽ ഇറക്കാനും ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. എന്നാൽ അതിനൊന്നും ആവശ്യം വന്നില്ല. നെയ്മർക്ക് കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ്. പിന്നെ ബ്രൂണോ ഗുയിമാറസിനെ കുറിച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നോക്കുക. ബ്രൂണോ വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ്. വളരെ മികച്ച രൂപത്തിൽ അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുന്നു. അദ്ദേഹത്തിന് വളരെ നല്ല ഡിഫെൻസീവ് ആൻഡ് ഒഫെൻസീവ് പാർട്ടിസിപ്പേഷൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ മികച്ച പ്ലെയറാണ്. ഒരു ഫാൻറ്റാസ്റ്റിക് അസിസ്റ്റാണ് അദ്ദേഹം കൊടുത്തത്. ഞാൻ വളരെ ഹാപ്പിയാണ്. ബ്രൂണോ വളരെ മികച്ച താരമാണ്. പിന്നെ അദ്ദേഹം അടുത്ത കളി ഐവറി കോസ്റ്റ് നോർവേ മത്സരത്തിലെ വിജയികളോടാണ് ബ്രസീലിന് കളിക്കാനുള്ളത്. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ കോച്ചിൻ്റെ മറുപടി, ഞങ്ങൾ ഹാപ്പിയാണ്. ഞങ്ങൾ ഫോളോ ചെയ്യേണ്ട പാത്ത് ഏതാണ് എന്നും എനിക്ക് നല്ല ധാരണയുണ്ട്. ഇമ്പ്രൂവ് ചെയ്ത് വരിക, ഹാർഡ് വർക്ക് ചെയ്യുക, റിക്കവറിക്ക് വേണ്ട സമയത്ത് അത് ചെയ്യുക, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നൗ ഞങ്ങളുടെ അടുത്ത റൈവൽ ആരാണ് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ലാസ്റ്റ് മിനിറ്റിൽ ചിലപ്പം ഗോളടിക്കാം, ചിലപ്പോൾ എക്സ്ട്രാ ടൈമിൽ ഗോളടിക്കാം. അങ്ങനെയൊക്കെയാണ് ഈ ടൂർണമെൻറ്റ് മുന്നോട്ട് പോവുക. അതിനൊക്കെ ഞങ്ങൾ റെഡിയാണ്. എക്സ്ട്രാ ടൈമിന് പോലും ഞങ്ങളുടെ ടീം റെഡിയാണ് എന്ന് കൂടി കോച്ച് പറയുന്നു. എൻട്രിക്കിനെ കുറിച്ചുള്ള ചോദ്യത്തിന് പക്കറ്റയ്ക്ക് പകരം എൻട്രിക്കിനെ റീപ്ലേസ് ചെയ്തതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മറുപടി, ഞങ്ങൾക്ക് വേണമെങ്കിൽ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ അറ്റാക്കിംഗ് ഏരിയയിലേക്ക് കൂടുതൽ സ്ട്രെങ്ത് ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇറക്കിയത്. എൻട്രിക്കിന് ആ സ്ട്രെങ്ത് നൽകാൻ പറ്റും. അറ്റാക്കിംഗ് ഏരിയയിൽ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ മികച്ച ഗെയിമാണ് അദ്ദേഹം കളിച്ചത്. വളരെ ഇൻറ്റൻസ് ആയിട്ട്, വളരെ ഡേഞ്ചറസ് ആയിട്ട് തന്നെ എൻട്രിക്ക് കളിച്ചിട്ടുണ്ട്. മാർട്ടിനലിൻ്റെ കാര്യത്തിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നത് മോർ റെസ്റ്റഡ് പ്ലെയേഴ്സിനെ ഇറക്കുക എന്നുള്ളതാണ്. കാരണം കളിയുടെ ഒരു ഇൻറ്റൻസിറ്റി വരുന്ന സമയത്ത് വളരെ ഹൈ ആയിട്ട് അപ്പോൾ നിൽക്കുകയാണ്. അപ്പോൾ ഫ്രഷ് ലെഗ് വേണമായിരുന്നു. അദ്ദേഹം ടീമിനെ ആ ഗോൾ അടിച്ചുകൊണ്ട് സഹായിച്ചു. സോ വിനി ഇപ്പോൾ അദ്ദേഹം ഉണ്ടാകുന്ന സമയത്ത്, മാർട്ടിനലി കൂടി ഗ്രൗണ്ടിൽ ഉണ്ടാകുന്ന സമയത്താണെങ്കിൽ വിനി കുറച്ചുകൂടി ടൈറ്ററായിട്ടും വളരെ ഡേഞ്ചറസ് ആയിട്ടും മൂവ്മെൻറ്റുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എവിടെയാണ് പാളിച്ച പറ്റിയത് ഈ കളിയിൽ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് മറുപടി, പ്ലാനിങ്ങിൽ, ഫസ്റ്റ് ഹാഫിലെ പ്ലാനിങ്ങിൽ ഞങ്ങൾക്ക് പാളിച്ച പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ചത് ഫ്രം ഇൻസൈഡ് കയറി പോകാമെന്നാണ്, ഡയറക്റ്റായിട്ട് കളിച്ച് കയറി പോകാമെന്നാണ് കരുതിയത്. അത് വർക്ക് ചെയ്തില്ല. അവർ ടൈറ്റായിട്ട് ഡിഫെൻഡ് ചെയ്തു. അപ്പോൾ അത് ജപ്പാൻ്റെ ക്വാളിറ്റി കാരണമാണ്. ദെൻ സെക്കൻഡ് ഹാഫിൽ ഞങ്ങൾ കാര്യങ്ങൾ മാറ്റി, കൂടുതൽ ക്രോസുകൾ ആശ്രയിക്കാൻ തുടങ്ങി. അത്തരത്തിലുള്ള മൂവ്മെൻറ്റുകളിലേക്ക് വന്നപ്പോൾ കളി ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഓപ്പണപ്പായി എന്നാണ് കോച്ച് പറയുന്നത്. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. ഇതാണ് കോച്ചിൻ്റെ വിലയിരുത്തൽ. അപ്പോൾ ബ്രസീൽ രക്ഷപ്പെട്ടു പോയതാണെന്നൊക്കെ പറയുന്നവർ ഇതൊക്കെ ഒന്ന് കേൾക്കുന്നത് നന്നാവും. വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.